ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന റെസിപ്പി കപ്പ് കേക്കാണ്. ഇത് ഓവനൊന്നും യൂസ് ചെയ്യാതാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ടോപ്പിൽ ഞാൻ വിപ്പ് ക്രീം യൂസ് ചെയ്തിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. വിപ്പ് ക്രീം ഇല്ലാതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണിത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. പിന്നെ ആരെങ്കിലും ചാനൽ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ബാറ്റർ തയ്യാറാക്കണം. അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 12 കപ്പ് കേക്ക് ഉണ്ടാക്കുന്ന മെഷർമെൻ്റാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാളും വേണമെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ ക്വാണ്ടിറ്റിയിൽ എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്താൽ മതി. അപ്പോൾ മുട്ട ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ബീറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ നമുക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ മുട്ടയുടെ സ്മെല്ല് ഒരിക്കലും കേക്കിൽ വരില്ല. അപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം വാനില എസൻസ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് മുട്ട പതപ്പിച്ചെടുക്കണം. അപ്പോൾ എഗ്ഗൊക്കെ ഒന്ന് ബീറ്റായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് പഞ്ചസാര ചേർക്കണം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ പൊടിക്കാത്ത പഞ്ചസാര ആണെങ്കിൽ 1/4 കപ്പ് എടുക്കുക. അപ്പോൾ അത് കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഫ്ലഫി ആക്കി എടുക്കുക. ഇതിപ്പോൾ നല്ല മധുരമാണ്. ഇത്രയും മധുരം വേണ്ടെങ്കിൽ നിങ്ങൾ 1/4 കപ്പ് എടുത്താൽ മതി ഷുഗർ. ഇത് മാക്സിമം ആണ് മധുരത്തിൻ്റെ. ഈ 1/2 കപ്പിൻ്റെ മുകളിലേക്ക് ഷുഗർ ആഡ് ചെയ്യരുത്. അപ്പോൾ ഷുഗറൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്യുക. ഇത് ഡബിൾ ക്വാണ്ടിറ്റി ആവുന്നവരെ ബീറ്റ് ചെയ്യണം. നമ്മൾ എത്രത്തോളം ബീറ്റ് ചെയ്യുന്നോ അത്രയും സോഫ്റ്റ് ആയിരിക്കും കേക്ക് പൊങ്ങി വരാനും എല്ലാത്തിനും ഈ ബീറ്റ് ചെയ്യുന്ന ഈ ടൈം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട്. ഞാൻ പല വീഡിയോയിൽ മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഇലക്ട്രിക് ബീറ്റർ ഇല്ലാത്തവർ ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചിട്ട് ബീറ്റ് ചെയ്തെടുത്താലും മതി. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ മുട്ടയും പഞ്ചസാരയൊക്കെ നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ച് ചേർക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു അരിപ്പ വെക്കുക. അതിലേക്ക് മൈദ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മെഷറിംഗ് കപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾ ഏത് ഗ്ലാസ്സാണോ മെഷർ ചെയ്യാൻ എടുക്കുന്നത് ആ ഗ്ലാസ്സിൽ തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും അളന്നെടുത്താൽ മതി. ഇനി ഞാൻ കുറച്ചായിട്ട് മൈദ ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഇല്ല, അതിനേക്കാളും കുറവാണ്. ഒരു പിഞ്ച് മതി ബേക്കിംഗ് സോഡ. ബേക്കിംഗ് പൗഡർ ചേർക്കുന്നില്ല, ബേക്കിംഗ് സോഡ മാത്രം ചേർക്കുന്നുള്ളൂ. ഇനി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഇനി ഞാനിതിലേക്ക് നമ്മുടെ കേക്കിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാൽപ്പൊടി ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിർബന്ധമില്ല. 2 ടേബിൾ സ്പൂൺ മുതൽ 3 ടേബിൾ സ്പൂൺ വരെ മിൽക്ക് പൗഡർ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇനിയിപ്പോൾ മിൽക്ക് പൗഡർ ഇല്ലെങ്കിൽ ഇത് ചേർക്കണം എന്നില്ല, ഞാൻ പറഞ്ഞില്ലേ, ഇത് ഓപ്ഷണലാണ്, നിർബന്ധമില്ല. കിട്ടുകയാണെങ്കിൽ നല്ലത്. നമ്മുടെ കേക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കിട്ടും, ഒന്നും കൂടിയും ടേസ്റ്റി ആയിട്ട് കിട്ടും. ഇനി നമുക്കത് മിക്സ് ചെയ്യണം. അപ്പോൾ ഒരു വെയിറ്റ് കുറഞ്ഞൊരു തവി യൂസ് ചെയ്തിട്ട് എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ തന്നെ സെയിം ഡയറക്ഷനിൽ ഹാർഡായിട്ടല്ലാതെ സോഫ്റ്റായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസും വെറ്റ് ഇൻഗ്രീഡിയൻസും ഒക്കെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു 2 ടീസ്പൂണോളം ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. കാരണം കേക്കിൻ്റെ ബാറ്റർ ഒരല്പം കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 2 ടീസ്പൂണോളം ചൂടുവെള്ളം ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ചൂടുവെള്ളത്തിന് പകരം നിങ്ങളുടെ കയ്യിൽ പാലുണ്ടെങ്കിൽ അത് ചേർക്കുക. അതാണ് ഒന്നും കൂടെയും ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ കേക്ക് ഉണ്ടാക്കാനുള്ള ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്.
ഇനി നമുക്ക് കപ്പ് കേക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ പേപ്പർ മൗൾഡ് എടുത്തിട്ടുണ്ട്. ഇത് ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ഒരു 25 രൂപയുള്ള ഒരു ചെറിയ ഒരു ബണ്ടിൽ 100 എണ്ണം ഉണ്ടാവും. അതിൽ 25 രൂപയുള്ളൂ. ഇതുപോലത്തെ കിട്ടും. ഇനിയിപ്പോൾ ഇതില്ലെങ്കിൽ നിങ്ങൾ പേപ്പർ ഗ്ലാസ് എടുത്താൽ മതി. ഇതുപോലെ ഇതിലും ഞാൻ കുക്ക് ചെയ്ത് കാണിച്ചു തരാം. നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടും കേക്ക്. ഇനി നമുക്ക് ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഇതുപോലുള്ള കപ്പ് കേക്ക് മോൾഡിൽ 8 എണ്ണത്തിലാണ് ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ബാക്കി വരുന്നത് പേപ്പർ ഗ്ലാസ്സിലാണ് ഒഴിക്കുന്നത്. അങ്ങനെ മൊത്തമായിട്ട് നമുക്കൊരു 12 to 13 കപ്പ് കേക്ക് ഉണ്ടാക്കാനുള്ള ബാറ്ററാണ് നമ്മളിപ്പോൾ തയ്യാറാക്കിയത്. ഞാൻ ഇതുപോലുള്ളൊരു സ്റ്റീൽ പാത്രത്തിൽ വെച്ചാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 5 പേപ്പർ മൗൾഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കേക്ക് ബാറ്റർ ഇതിലേക്ക് ഒഴിക്കുന്നതിന് മുന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് നിറയെ ഒഴിക്കാൻ പാടില്ല, കാരണം കേക്ക് പൊങ്ങി വരുമ്പോൾ കേക്ക് ബാറ്റർ പുറത്തേക്ക് ഒലിച്ചു പോവും. ഇനിയിപ്പോൾ നിങ്ങൾ ബാറ്റർ അധികമായി ഒഴിച്ചതെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ പേപ്പർ ഗ്ലാസ് എടുക്കുക, അതിലേക്ക് ഈ കപ്പ് കേക്കിൻ്റെ മോൾഡ് ഇറക്കി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഒലിച്ച് പോവാതെ ആ ഹൈറ്റിൽ തന്നെ അങ്ങ് നിന്നോളും. അപ്പോൾ കപ്പ് കേക്ക് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ബാറ്റർ ഒഴിച്ചത് കൂടുതലാണ് എന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക. അതാവുമ്പോൾ നമ്മൾ ഈ കേക്ക് ബാറ്റർ ഒലിച്ച് പോവില്ല, നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് കപ്പ് കേക്ക് കിട്ടും ചെയ്യും. ആ ഒരു പോയിൻ്റ് നോട്ട് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ പൊങ്ങി പുറത്തേക്കൊന്നും വരില്ല. ഈ നമ്മുടെ പേപ്പർ മോൾഡിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ സെറ്റായിരിക്കുന്ന അത്രേ ക്വാണ്ടിറ്റി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. അപ്പോൾ പേപ്പർ ഗ്ലാസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കും ഞാൻ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള കപ്പ് കേക്കിൻ്റെ മോൾഡ് ഇല്ലാത്തവരാണെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ കേക്കിൻ്റെ ബാറ്റർ കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യണം. അതിന് മുന്നായിട്ട് ഞാൻ വൈറ്റ് ചോക്ലേറ്റിൻ്റെ പീസ് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. നമ്മൾ മിൽക്ക് പൗഡർ ചേർത്ത പോലെ തന്നെ ഇതും ഓപ്ഷണലാണ്. ഇത് കേക്കിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടെയും കൂട്ടാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ വേണ്ട. ഇല്ലെങ്കിലും ടേസ്റ്റിന് കുറവൊന്നും വരില്ല. അപ്പോൾ നമ്മളിത് പ്രീഹീറ്റ് ചെയ്ത പാനിലോട്ട് മാത്രമേ വെച്ച് കൊടുക്കാൻ പാടുള്ളൂ. പ്രീഹീറ്റ് ചെയ്യാത്ത പാനിൽ ഒരിക്കലും ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കാൻ പാടില്ല. അപ്പോൾ ഇതാ ഞാനൊരു 10 മിനിറ്റ് മുന്നേ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പ്രീഹീറ്റ് ചെയ്ത് വെച്ച പാനാണിത്. അതിലേക്ക് നമ്മൾ ഈ കേക്ക് ബാറ്റർ ഇറക്കി വെച്ച് കൊടുക്കണം. ഇനിയിപ്പോൾ ഇത് പാനിലല്ല നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ പ്രീഹീറ്റ് ചെയ്ത 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഇത് വെച്ച് കൊടുത്താൽ മതി. എന്തായാലും പ്രീഹീറ്റ് ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അതൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. നമ്മൾ കേക്ക് ബാറ്റർ ഫില്ല് ചെയ്യുമ്പോൾ തന്നെ പാന് ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ കേക്ക് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുമ്പോൾ പാകത്തിനുള്ള ചൂടായിക്കോളും. ഇനി ഞാൻ ഇതിലേക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് 30 മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കണം. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ 30 മിനിറ്റിന് മുന്നേ തുറന്ന് നോക്കാൻ പാടില്ല. അപ്പോൾ ഇത് ഏകദേശം 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഒരു സ്റ്റിക്കോ സ്ക്യൂവറോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക. അത് ക്ലീൻ ആയിട്ടാണ് വരുന്നതെങ്കിൽ കേക്ക് ബേക്കായി എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം ഒരല്പം വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിങ്ങനെ വിപ്പിംഗ് ക്രീം വെച്ച് ചെയ്യണമെന്നൊന്നുമില്ല. ഞാൻ ഫോട്ടോ എടുക്കാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നതെന്ന് മാത്രം. ഇത് വിപ്പിംഗ് ക്രീം ഇല്ലാതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. എസ്പെഷ്യലി നമ്മൾ ഇതിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ഇല്ലെങ്കിൽ നമ്മുടെ കടയിൽ തൊട്ടടുത്തുള്ള കടയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ഡയറി മിൽക്കോ മിൽക്കി ബാറോ ഏത് വെച്ച് കൊടുത്താലും മതി. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ബീറ്റർ ഇല്ലാതെ വിപ്പിംഗ് ക്രീം എങ്ങനെ വിപ്പ് ചെയ്തെടുക്കുക എന്നുള്ള വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ ഞാൻ വിപ്പിംഗ് ക്രീം 2 പാർട്ടാക്കി മാറ്റിയിട്ട് ഒന്നിൽ ഒരല്പം റെഡ് കളർ മിക്സ് ചെയ്തിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതുപോലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല സുന്ദരി കപ്പ് കേക്ക് ആയിട്ടില്ലത്. ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം.
അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ കപ്പ് കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനായിട്ട് ഈ ഒരു 6 കപ്പ് കേക്കിൽ ഞാൻ ക്രീം വെച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളതിൽ ഞാൻ ക്രീം വെച്ചിട്ടില്ല. ക്രീം ഇല്ലാതെ കഴിക്കാനാണ് ഒന്നും കൂടി കൂടുതൽ ടേസ്റ്റ്, ഇഷ്ടം അതാണ്. അപ്പോൾ നിങ്ങൾ അതിൽ വിപ്പിംഗ് ക്രീം ഇല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ കഴിച്ചാലും മതി, നല്ല ടേസ്റ്റാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ആ പേപ്പർ ഗ്ലാസ്സിൽ കപ്പ് കേക്ക് എന്താ കാണിക്കാത്തതെന്നല്ലേ. ഇതാ ആ കപ്പ് കേക്ക് ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ബേക്ക് ചെയ്യാനെടുത്ത ടൈം എന്ന് പറഞ്ഞാൽ 40 to 45 മിനിറ്റ്, 40 മുതൽ 45 മിനിറ്റാണ് ഇത് ബേക്ക് ചെയ്യാനെടുത്ത ടൈം എന്ന് പറയുന്നത്. കാരണം അതിനേക്കാളും കുറച്ചും കൂടി ക്വാണ്ടിറ്റി കൂടുതൽ ഇതിലുണ്ടല്ലോ. അപ്പോൾ ഞാൻ നമ്മുടെ കുഞ്ഞു കപ്പ് കേക്ക് എടുത്തതിന് ശേഷം ഇത് വീണ്ടും അടച്ച് വെച്ചിട്ട് ഒരു 45 മിനിറ്റ് വരെ ഞാനിത് ബേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല സ്പോഞ്ചി ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുപോലുള്ള മൗൾഡ് ഇല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്താലും മതി. അപ്പോൾ അതിൻ്റെ പുറത്തുള്ള പേപ്പറൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ധൈര്യമായിട്ട് ഉണ്ടായിക്കോ, ഒരിക്കലും ഫെയിലാവില്ല ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ. പിന്നെ നല്ല ടേസ്റ്റുമാണ് ഈ കേക്കിന്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.